ഈ ദിവസത്തിന് നമ്മെ സംബന്ധിച്ച് രണ്ട് പ്രാധാന്യമുണ്ട്. നമ്മുടെ കർത്താവ് ദേവാലയത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ട ദിവസമാണ്. നമ്മെ സംബന്ധിച്ച് മലബാർ ഭദ്രാസനത്തിന്റെ പ്രഥമ മെത്രാപ്പോലീത്തായും മാർത്തോമാ ശ്ലീഹായ്ക്ക് ശേഷം മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിൽ സത്യസുവിശേഷത്തിനും ക്രിസ്തുവിനോടുള്ള ഭയഭക്തിയിലും ധീരമായ സേവനം ചെയ്ത് ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ട ഭാഗ്യസ്മരണാർഹനായ പത്രോസ് മാർ ഒസ്താത്യോസ് തിരുമനസിന്റെ 58ാം ഓർമ്മയും കൂടെയാണ്. കർത്താവിന്റെ ദേവാലയ പ്രവേശനം എന്ന ട്രഡീഷണലി നാം പറയുമെങ്കിലും കർത്താവ് പ്രായപൂർത്തിയായ ദേവാലയത്തേക്ക് പ്രവേശിച്ചതല്ല. ശിശുവായ യേശുവിനെ ദേവാലയത്തിലേക്ക് പ്രവേശിപ്പിച്ചതാണ് മാതാപിതാക്കൾ. കർത്താവിന്റെ ജീവിതം നോക്കുമ്പോൾ വചനാധിഷ്ഠിതവും യഹൂദ ആത്മീയതയുടെ എല്ലാ വശങ്ങളിലും കൂടെ ഡീപ് റൂട്ടഡ് ആയിട്ടുള്ള ഒരു ജീവിതമാണ്. വചനം മൂലമാണ് ജനിച്ചത്. പിന്നീട് ചലകർമ്മം നിർവഹിക്കപ്പെട്ടു. ഇപ്പോൾ ഇതാ കർത്താവ് ദേവാലയത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടിരിക്കുക. ഇത് ദൈവാത്മാവിനാൽ നൽകപ്പെട്ട ഒരു മുൻ സൂചനയുടെ പൂർത്തീകരണം കൂടെയാണ്. ട്രഡീഷണലി വൃദ്ധരായ ശമോനും വൃദ്ധയായ ഹന്നായും എന്ന് ഒക്കെ ആരാധനാ പാരമ്പര്യത്തിൽ പറയുമെങ്കിലും നമ്മുടെ ഇവിടെ ഇരിക്കുന്നത് പോലെയുള്ള വൃദ്ധരായ എന്ന ധ്വനി അല്ലല്ലോ അതിനുള്ളത്. ഇന്ന് പൊതുവെ വൃദ്ധരായവർ എന്ന ഒരു ഭാഷാ പ്രയോഗം നടത്താറുമില്ല. എന്തോ ഒരു അപാകതയുള്ളതുപോലെയാണ്. എന്നാൽ ആ വാക്കിന്റെ യഥാർത്ഥമായ അർത്ഥം കേട്ടാൽ ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ളവര് മകനെ മകളെ എന്നെ അതൊന്ന് വിളിക്ക് എന്ന് പറയും. വൃദ്ധൻ എന്നാൽ അഭിവൃദ്ധി പ്രാപിച്ചവനെന്ന. സമ്പത്ത് കൊണ്ട് അഭിവൃദ്ധി പ്രാപിക്കാൻ സാധിക്കില്ല എന്നുള്ളത് ആനുകാലിക സംഭവങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കി. ആത്മജ്ഞാനം കൊണ്ടും പ്രായത്തിനനുസരിച്ചുള്ള ആത്മീയ പക്വതയും നേടുന്നത് മൂലമുള്ള അഭിവൃദ്ധി നേടിയ ആളുകളെ മാത്രമേ സത്യത്തിൽ വൃദ്ധ എന്ന് വിളിക്കാവൂ. അപ്പോൾ ജീസസ് വാസ് ഡീപ്ലി റൂട്ടഡ് ഇൻ ദ ജൂയിഷ് സ്പിരിച്വൽ ട്രഡീഷൻ, but at the same time he extended the ministry to the whole world. ദേവാലയത്തിനകത്തേക്കെന്ന് പറയുമ്പോൾ ചുവരുകളുള്ള ഒരു ഒതുങ്ങിയ ലിമിറ്റഡ് ആയ ഒരു സ്ഥലത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു എന്നാണ്. പക്ഷേ അത് പുറത്തേക്ക് പോകുന്ന ഈ ലോകത്ത് മുഴുവൻ വിശ്വമാനവനായി മാറുന്നതിന് വേണ്ടിയുള്ള ആത്മീയ സ്രോതസ്സിലേക്ക് വന്ന് ആ പാരമ്പര്യത്തിലൂടെ നടക്കുന്നതിന് വേണ്ടിയുള്ള ഒരു റൂട്ട് അവിടെ സ്ഥാപിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കർത്താവിന്റെ ദേവാലയവുമായുള്ള ബന്ധം വളരെ സുദൃഢമാണ്. തുടക്കത്തിൽ എന്ന പോലെ കർത്താവിന്റെ ജീവിതത്തിന്റെ ഐഹികമായ അവസാനത്തിലും ദേവാലയത്തോടുള്ള ബന്ധം വളരെ വ്യക്തമായി നമ്മൾ കാണുന്നുണ്ട്. കഷ്ടാനുഭവ ആഴ്ച എന്ന് വിശേഷിപ്പിക്കുന്ന കർത്താവിന്റെ ഈ ലോക ജീവിതത്തിന്റെ അവസാനത്തെ ആഴ്ചയിൽ പകലൊക്കെയും കർത്താവ് ദേവാലയത്തിൽ പോയി പഠിപ്പിക്കുകയും രാത്രിയിൽ ഏകാന്തമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ദിനചര്യനെ ഉണ്ടായിരുന്നതിൽ മുഖ്യമായ സ്ഥാനം ദേവാലയത്തിന് ഉണ്ടായിരുന്നു. രണ്ട് പരിശുദ്ധാത്മാവിനാൽ നിയോഗിക്കപ്പെട്ടവർ, അല്ല ദേവാലയത്തിലൂടെ പെരുന്നാളായതുകൊണ്ടോ മറ്റ് വിശേഷപ്പെട്ടത് കൊണ്ടോ അല്പനേരത്തേക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞപ്പോൾ കാഷ്വലി ഉള്ള ഒരു കോയിൻസിഡൻസ് അല്ല. Simon was foretold by the Holy Spirit that you will see the Christ. എന്റെ രക്ഷകനെ, സകല ജനതയ്ക്കും വേണ്ടി ഒരുക്കിയിട്ടുള്ള രക്ഷയുടെ കൊമ്പിനെ നീ കാണും, നിന്റെ കൈകളിലെടുത്ത് താലോലിക്കുമെന്നുള്ള മുൻപ്രവചനമനുസരിച്ച് ശമോൻ യേശുതമ്പുരാനെ കരങ്ങളിലേക്ക് എടുത്തി വാഴ്ത്തിയ. എത്ര പവിത്രമായ ജീവിതം അർഹിക്കുന്ന
ആശേർ ഗോത്രത്തിൽ ഫനുവേലിന്റെ പുത്രിയായ ഹന്ന ദാമ്പത്യ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞ് പിന്നീട് വൈവിധ്യത്തിലായ ആ ജീവിതം, അത് 84 സംവത്സരമായ ദേവാലയത്തിൽ. ഈ ഒരു റെഫറൻസ് ഒന്നും ഇല്ലെങ്കിൽ ഹിസ്റ്റോറിക്കലി മാത്രമുള്ള ചില റെഫറൻസോടുകൂടി ദേവാലയത്തിൽ അങ്ങനെയുള്ള പരിതസ്ഥിതി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പല ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ടവർ വിശ്വസിക്കുകയില്ല. ഇവിടെ അതൊരു റെഫറൻസാണ്. കന്യാമറിയാം ശൈശവം മുതൽ 12 വയസ്സ് വരെ ദേവാലയത്തിൽ അതിന്റെ പരിസരത്ത് വസിച്ച് ദൈവത്തിന് വേണ്ടി ഒരുക്കപ്പെട്ടവളാകുന്നു എന്ന് പറയുന്നത് പോലെ വേറൊരു റെഫറൻസ് ആണ്. പ്രായമായവരും ദേവാലയത്തിൽ വിട്ടുപിരിയാതെ അങ്ങനെ നിരന്തരമായി പ്രാർത്ഥിച്ചു. ഞാൻ ഇതിനെ ആസ്പദമാക്കി ഗഹനമായൊരു പ്രസംഗം നടത്തുന്ന ആഗ്രഹമുണ്ടെങ്കിലും സമയം മൂലം സാധിക്കുന്നില്ല. നിങ്ങൾ ഒരു കാര്യം അവിടെ പ്രത്യേകമായി കേട്ടോ. ഈ ഹന്നായും ശെമോനും ഒക്കെ അവരെന്താണ് പ്രതീക്ഷിച്ചിരുന്നത്? അവരെന്തിനെ സ്വപ്നം കണ്ടു? അവർ എന്തിനു വേണ്ടി നിയോഗിതരായിരുന്നു? ഇസ്രായേലിന്റെ വീണ്ടെടുപ്പിനും യെരൂശലേമിന്റെ രക്ഷയെ പ്രതീക്ഷിച്ചവരുമായ തിരഞ്ഞെടുക്കപ്പെട്ട പാവനമായ ജീവിതമുള്ളവരെയാണ് ദേവാലയത്തിൽ നാം കാണുന്ന ഈ രണ്ടുപേരും. They were looking forward to the consolation of Jerusalem. യെരൂശലേമിന്റെ വീണ്ടെടുപ്പ്. ആ വാക്കിന് തന്നെ, വീണ്ടെടുപ്പ് എന്ന വാക്കിന് തന്നെ വിവിധമായ ധ്വനികളും രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക വ്യവസ്ഥകളൊക്കെ ഉണ്ട്. കാരണം യെരൂശലേം ദേവാലയം ഇസ്രായേലിന്റെ സമ്പത്തിനെ നിയന്ത്രിച്ചിരുന്ന ആ സർക്കാരിന്റെ ട്രഷറിയേക്കാൾ വലിയ ട്രഷറി ഉണ്ടായിരുന്ന സ്ഥലമാണ് യെരൂശലേം ദേവാലയം. സോ യെരൂശലേം ദേവാലയത്തെ കുറിച്ചൊക്കെയുള്ള യേശുദാന്റെ പ്രത്യേകിച്ച് അതിന്റെ സാമ്പത്തിക വ്യവസ്ഥയെക്കുറിച്ചുള്ള ചില ക്രിറ്റിസിസംസ് വേദപുസ്തകത്തിലുള്ളത് നമ്മൾ പഠിക്കുമ്പോൾ ആ സാമ്പത്തിക വ്യവസ്ഥതയ്ക്കെതിരെയാണ് കർത്താവ് സംസാരിച്ചത് എന്ന് നിഗമനത്തിലെത്തിയ ധാരാളം പണ്ഡിതരുണ്ട്. പ്രിയമുള്ളവരെ, അപ്പോൾ ഈ വൃദ്ധവർ, ഈ അഭിവൃദ്ധി പ്രാപിച്ചവർ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ ആത്മീയമായ അനുഭവം സ്വായത്തമാക്കി ക്രിസ്തുവിനെ തൊടുവാൻ, അവന്റെ പുഞ്ചിരി കണ്ട് സന്തോഷിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയായ ഈ ദിവസത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്കും പ്രായഭേദമന്യേ ക്രിസ്തുവിന്റെ ദർശന സൗഭാഗ്യത്താൽ അനുഗ്രഹവും പ്രാപിപ്പാൻ സംഗതിയായി തീരട്ടെ എന്ന് ഞാൻ ആമുഖമായി ആശംസിക്കുന്നു. ഈ ദേവാലയത്തെ സംബന്ധിച്ച്, മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത, മലബാർ ഭദ്രാസനത്തിന്റെ പ്രഥമ മെത്രാപ്പോലീത്തായും കർത്താവിന്റെ പ്രിയപ്പെട്ടവരായ ശ്ലീബ വഹിക്കുന്ന ദാസന്മാരുടെ ആ ഒരു വലിയ പ്രസ്ഥാനത്തെ കെട്ടിപ്പടുത്തി കൊണ്ടുവരികയും ഭാരതത്തിന്റെ വിരിമാറിലൂടെ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം പദയാത്രികനായി, ഒരു സന്യാസിയായി, ഒരു വിശ്വാംശുവിനെ പോലെ ക്രിസ്തുവിന് വേണ്ടി യാതൊരു തരത്തിലുള്ള സങ്കോചവും കൂടാതെ പ്രവർത്തിച്ച മിഷണറി വീരനായ ആ മഹാനുഭാവന്റെ 58ാം ഓർമ്മയാണ്. നിന്റെ ദർശന സൗഭാഗ്യം കൊണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് നേടേണ്ടത് നേടി. ഞാൻ സ്വാർത്ഥകമായ ഒരു ജീവിതം നയിച്ചു. ഇനിയും അല്ലലും അലച്ചിലുമുള്ള ഈ ലോകത്തിൽ എന്നെ അധിക നാൾ വെച്ചേക്കണ്ട എന്ന് ആത്മനിറവിൽ പരിശുദ്ധ ആലയത്തിൽ വെച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച വ്യക്തിയാണ് ആര്? ശെമവോൻ. ആ ശെമവോൻ പ്രാർത്ഥിച്ച് ദർശന സൗഭാഗ്യം നേടിയ അതേ ദിവസം തന്നെ 1968 ഫെബ്രുവരി മാസം 2-ാം തീയതി നമ്മുടെ ദിവ്യപുരുഷനും ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. ഐഹികമായ ദേവാലയത്തിലെ ശുശ്രൂഷകൾ അവസാനിപ്പിച്ച് ദേവാലയത്തിൽ നിന്ന് ഒഴുകി ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് പോകേണ്ട ആരാധനയിൽ നിമഗ്നമായിക്കൊണ്ടിരിക്കുന്നതായ ആ ഊർജം കർമ്മ വീതിയിലൂടെ പരത്തി കൃപയുടെ നീർച്ചാൽ ഒഴുക്കി തന്റെ ദൗത്യം പൂർത്തീകരിച്ചപ്പോൾ കർത്തൃസന്നിധിയിലേക്ക് വാങ്ങിപ്പോയ ഒരു കൃതസ്മരണ, ഒരു ഭാഗ്യസ്മരണയാണ്. 1886 ജൂൺ മാസം 20-ാം തീയതി ഈ ദേശത്തിനടുത്തുള്ള പ്രസിദ്ധമായ സമ്പന്നമായ സാംസ്കാരിക ഔന്നത്യം നേടിയ ഒരു കുടുംബത്തിൽ ജനിച്ച് നല്ല സ്ഥാപനത്തിൽ നിന്ന് നല്ല വിദ്യാഭ്യാസം സ്കൂൾ ലെവലിൽ നേടി എറണാകുളം മഹാരാജാസ് കോളേജ് പോലെയുള്ള തലയെടുപ്പുള്ള നല്ല പാരമ്പര്യമുള്ള വിദ്യാഭ്യാസ ഔന്നത്യമുള്ള സ്ഥാപനത്തിൽ പഠിച്ച് ഡിഗ്രി എടുത്ത് സറാംപൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബാച്ചലർ ഓഫ് ഡിവിനിറ്റി എന്ന ആ ഡിഗ്രിയും പാസ്സായി ദൈവവേലയ്ക്കായി സ്വയം സമർപ്പിച്ചു. ഇതിനിടയ്ക്ക് അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസം നേടുകയും പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക പരിശീലനം നേടുകയും ചെയ്ത് അധ്യാപകനായി മറ്റനേക തരത്തിൽ സർക്കാർ നിലയിലേക്ക് പോയാൽ
അന്നത്തെ സാഹചര്യം അനുസരിച്ച് ഉന്നത പദവിയിലേക്ക് വരാമെങ്കിലും അതെല്ലാം ഉപേക്ഷിച്ച് തൻ്റെ നിയോഗം, താൻ ജനിച്ചിരിക്കുന്നത്, തൻ്റെ ജന്മോദ്ദേശം എന്താണെന്ന് അന്തരാത്മാവിനോട് മന്ത്രിച്ച് കണ്ടെത്തിയ അപൂർവ പ്രതിഭകളിൽ ഒരാളാണ് ഈ തിരുമേനി. എനിക്ക് വ്യക്തിപരമായി വളരെ സന്തോഷവും സൗഭാഗ്യവുമുണ്ട്. മറ്റൊന്നുമല്ല, അഭിഭക്ത മലബാർ ഭദ്രാസനത്തിൽ നിന്ന് അതിൻ്റെ പ്രഥമ മെത്രാപ്പോലീത്ത ആയിരുന്ന തിരുമനസിൻ്റെ പാദസ്പർശനത്താലും കർമ്മകാണ്ഡത്താലും അനുഗ്രഹിക്കപ്പെട്ട ഈ പുണ്യ സങ്കേതത്തിലേക്ക് വരുവാനും ആ പിതാവിനെ ഓർത്ത് ദൈവസന്നിധിയിൽ ബലിയർപ്പിക്കുവാനും ഇടയായതിൽ ഈ സുൽത്താൻ ബത്തേരി ഭദ്രാസനത്തിൽ നിന്ന് വരുന്ന ഒരു തിരുമേനി എന്നുള്ള നിലയിൽ അന്നത്തെ ഞങ്ങളുടെ കാടും മേടും കാട്ടാറുകളും കുന്നും മലയും ചെരുവുകളും ഒക്കെ ഈ ധരണം ചെയ്ത് അനേക ഭവനങ്ങളിലേക്കും അനേക ഇടങ്ങളിലേക്ക് പോയി ദുഃഖാർത്തരായ ആളുകളെ, സമൂഹത്തിന്റെ തിരസ്കരിക്കപ്പെട്ടവരായി മാർജിനലൈസ്ഡായി കിടന്നവരെ ഹൃദയത്തോട് നെഞ്ചോട് ചേർത്ത് സുവിശേഷത്തിന്റെ ആ ഉത്തുംഗമായ പ്രകാശം പരത്തിയ ആ മഹാനുഭാവൻ, ദിവ്യാനുഭാവൻ, ആ പിതാവിൻ്റെ ഇത് സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ എൻ്റെ ശിരസ്സുകൾ നമിക്കുന്നു. ഗഹനമായൊരു പ്രഭാഷണത്തിൻ്റെ സമയമല്ല ഇത്. മലങ്കര സഭയിൽ ആരെങ്കിലും അനുസ്മരിച്ച് ഹൃദയവേദനയോടെ കൂടാതെ പ്രസംഗിക്കാൻ സാധിക്കുമെങ്കിൽ അധികം പേരെ കുറിച്ച് അങ്ങനെ പറയാനില്ലെങ്കിലും അതിൽ പ്രഥമ ഗണന ഇനി മലങ്കര സഭയിൽ ഇതുപോലെ ഒരു മെത്രാപ്പോലീത്ത ഉണ്ടാവുമോ? ഒരു മനുഷ്യനുണ്ടാവുമോ? ശ്രദ്ധിച്ചേ, എല്ലാ കാലഘട്ടത്തിലും മനുഷ്യന്റെ ജീവിതത്തില്, പ്രത്യേകിച്ച് ആത്മീയ ജീവിതത്തിൽ വെല്ലുവിളിയുണ്ട്. ആ കാലഘട്ടത്തിലെ വെല്ലുവിളിക്ക് ഈ കാലഘട്ടത്തിലെ സൊല്യൂഷൻ അൺഫിറ്റിംഗ്. ഈ കാലഘട്ടത്തിലെ വെല്ലുവിളിക്ക് ആ കാലഘട്ടത്തിലെ സുവിശേഷ ദൗത്യം അൺഫിറ്റിംഗ്. അപ്പോൾ ഞാൻ ജീവിച്ചിരിക്കുന്ന ചുറ്റുവട്ടത്തിൽ ആ കാലഘട്ടത്തിലെ വെല്ലുവിളികളെ അതിജീവിക്കുവാൻ, ലോകത്തിന്റെ പ്രകാശമായ സുവിശേഷത്തെ ഉൾഘോഷിക്കുവാൻ അതിനൊരു മാർഗം കണ്ടുപിടിച്ചൊരു മോഡസ് ഓപ്പറാണ്ടി, ഒരു ഓപ്പറേഷണൽ വേ, മെത്തേഡ് കണ്ടുപിടിച്ച് ക്രിസ്തുവിന് വേണ്ടി സ്വയം ത്യജിക്കുവാനിടയായ ഒരു വ്യക്തിയാണ്. രണ്ട് കാര്യം എൻ്റെ മനസ്സിൽ പൊന്തി വരികയാണ്. ഒന്നാമത്, ക്രിസ്തുവിന് വേണ്ടി നിന്ദയും പരിഹാസവും സ്വയം ചുമലിൽ ഏറ്റെടുത്ത ഒരു മഹാനുഭാവനാണ് ഈ തിരുമേനി. ഈ തിരുമേനി അനുസ്മരിക്കുമ്പോൾ ആദ്യമായി നാം ബഹുമാനിക്കേണ്ടത് മൂക്കാഞ്ചേരിൽ എന്ന ശ്രേഷ്ഠമായ കുടുംബത്തിൽ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെയാണ്. അദ്ദേഹം അംഗമായിരുന്ന ഇടവകയാണ്. ആ വന്യപിതാവിനെ, കൊച്ചുപിള്ള എന്ന് പറഞ്ഞാൽ കൊച്ചുമോൻ എന്ന് നമ്മൾ ഇന്നിടുന്ന പേരിന്റെ അന്നത്തെ കാലത്തെ രൂപമാണ്. സൺഡേ സ്കൂളിൽ പഠിപ്പിച്ച, ആത്മീയമായി അദ്ദേഹത്തെ ഒരുക്കിയ ആ മോശ, അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. അപൂർവഭൂതമായ ആഴത്തിലുള്ള ക്രിസ്താനുഭവം ഉണ്ടാകാതെ ആരും ക്രിസ്തുവിനെ അനുകരിക്കുകയില്ല. ഈ സഭയിലുള്ളവരെല്ലാം ക്രിസ്തുവിനെ അനുകരിക്കുന്നവരും അവന് വേണ്ടി സമർപ്പിതരാണെന്നാണോ എല്ലാവരുടെയും വിചാരം? അബ്സല്യൂട്ട്ലി അല്ല. ഇതുപോലെ പൂർണ്ണ സമർപ്പിതരാകുന്നവരുടെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അതെന്തിനു വേണം? അപാരമായ ഒരു ദൈവകൃപ വേണം. പൗലോസ് ശ്ലീഹ ക്രിസ്തീയ സഭയെ തേജോവധം ചെയ്യാനായിട്ട് ഇറങ്ങിയിട്ട് ഒരു ക്രിസ്താനുഭവം ഉണ്ടായി, ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായി, അദ്ദേഹത്തിന് ബോധ്യമായതുകൊണ്ടാണ് പിന്നെ അതിന്റെ മാസ്റ്റർ ബിൽഡായി മാറിയത്. ആ ഒരു അനുഭവം അന്തരാത്മാവിൽ ഉണ്ടായിട്ടുണ്ട്. അതിന് കുടുംബ പശ്ചാത്തലം സഹായിച്ചുവോ? കുട്ടിക്കാലത്തെ സുഹൃത്തുക്കളിൽ നിന്ന് പ്രേരണ ലഭിച്ചുവോ? സൺഡേ സ്കൂളിലെ ധർമ്മോപദേശം സഹായിച്ചുവോ? മഹാരാജാസ് കോളേജിലെ ഉന്നത വിദ്യാഭ്യാസം സഹായിച്ചുവോ? സ്പെസിഫിക്കലി നമുക്കറിയത്തില്ല. ഇവൻച്വലി ഓൾ ദിസ്
helped him to devote his life for gospel and Christ. മനസ്സിലാകാത്തത് എന്താണെന്നറിയാമോ? വെളുപ്പിനെ വീട്ടിലുള്ള എല്ലാവരും കൂടെ എഴുന്നേറ്റ് നിന്നോ ഇരുന്നോ എങ്ങനെയും ആട്ടെ, ഒരു 2 വരി പാട്ടും 1 പാരഗ്രാഫ് വേദപുസ്തകവും വലിയ ക്രമങ്ങളൊക്കെയുള്ള ഓർത്തഡോക്സ് സുറിയൻ ആത്മീയ പാരമ്പര്യമാണ്. ഒരു കണ്ണികയെങ്കിലും ചൊല്ലുന്ന വീടുകൾ ഏതെങ്കിലും ഉണ്ടോ? അതാണ് പരപ്രേരണ എനിക്ക് വേണം. അച്ഛാ എഴുന്നേക്ക്, പരപ്രേരണ വേണം. ഇത് എന്ത് പ്രേരണ? ആ പ്രേരണ എവിടെ നിന്ന് കിട്ടിയെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോ അത് സ്വയം ഏറ്റെടുക്കുക. നമ്മുടെ ഭരണാധികാരികളെയും നമ്മുടെ സ്ഥാനീയരായ ആളുകളെയും ഒക്കെ നിങ്ങൾ ഈ സ്ഥാനത്തിരിക്കുന്നതുകൊണ്ട് മറന്നുപോയോ, ഒന്ന് ഓർത്തേ എന്ന് പറയാനാണ് നമ്മൾ ഈ അപേക്ഷ കൊടുക്കുന്നത്. സത്യത്തിൽ ഈ അപേക്ഷ ഏത് സ്ഥലത്തും അപേക്ഷ കൊടുക്കുന്ന ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞത് നിർത്തേണ്ട കാലമേ കഴിഞ്ഞു. പ്രത്യേകിച്ച് ഇത്രയും സാങ്കേതിക വിദ്യയും ഇത്രയും സോഷ്യൽ മീഡിയയൊക്കെ ആക്റ്റീവ് ആയിരിക്കുന്ന സ്ഥലത്ത് പഴയ രീതിയിൽ തെളിയാത്ത അപേക്ഷ ഫോം എടുത്ത് ഭൂതക്കണ്ണാടി വെച്ച് കുത്തിക്കുരുക്കി ഫോം ചെയ്യുന്നു. സർക്കാരിൻ്റെ അധികാരത്തെ കേന്ദ്രത്തിൻ്റെ താഴെ തട്ടിലുള്ള ചെല്ലുമ്പോൾ സൂക്ഷിച്ചു, ഇത് ശരിയായില്ല എന്ന് പറയുന്നു. ചിലപ്പോൾ അതെടുത്ത് എറിയുന്നു. കഴിഞ്ഞ നൂറ്റാണ്ടിലെ കാര്യമാണ്. അതൊക്കെ മാറേണ്ട സമയം കഴിഞ്ഞു. അതിന് ആജ്ഞാശക്തിയുള്ള പ്രതിഭാധനരായ നല്ല ഹൃദയവിശാലതയുള്ള ലോകപരിചയമുള്ള ആളുകളൊന്നും അധികം പേരൊന്നും നമ്മുടെ ഒന്നും ചുറ്റുപാടിലില്ല എന്ന് നിങ്ങൾക്കറിയാം. എന്താ ഒരു നേരത്തെ ഭക്ഷണമില്ലാഞ്ഞിട്ടാവും? എന്താ വിജ്ഞാനമില്ലാഞ്ഞിട്ടോ? എന്താ അതെല്ലാം സ്വരുക്കൂട്ടിയെടുത്ത് മറ്റു തരത്തിൽ വിനിയോഗിക്കാൻ കഴിയുന്ന സാധ്യതയില്ലാഞ്ഞിട്ടോ? അതെല്ലാം ഉണ്ടായിട്ടും അതിനെയെല്ലാം മാറ്റിവെച്ച് ഇതിലേക്ക് ഇറങ്ങുന്നവരാണ് ദൈവത്താൽ നിയോഗിതരാകുന്നവര്. എൻ്റെ ഒരു എളിയ അഭിപ്രായത്തിൽ പത്രോസ് എന്ന പേര് അദ്ദേഹത്തിനുണ്ടെങ്കിലും പൗലോസ് എന്ന ആ മഹാമിഷണറിയുടെ ജീവിതമാണ് തിരുമേനിയുടെ ജീവിതം. പത്രോസ് എന്നാൽ പാറ എന്നാണ് നമുക്കറിയാം. നല്ല ദൃഢമായ നല്ല ഉറപ്പുള്ള ഒന്നാണ് പത്രോസ്. പൗലോസ് എന്ന വാക്കിന്റെ അർത്ഥം സ്മോൾ എന്ന, ചെറുത്. പത്രോസ് ആയിരിക്കുമ്പോൾ, MP പത്രോസ് ആയിരിക്കുമ്പോൾ, ഷമ്മാശനായിരിക്കുമ്പോൾ, വൈദികനായിരിക്കുമ്പോൾ, റമ്പാനായിരിക്കുമ്പോൾ, മെത്രാപ്പോലത്തെ ആയിരിക്കുമ്പോൾ ഉള്ളിൽ വലിപ്പം, അത് ക്രിസ്തുവുമായുള്ള ബന്ധത്തിലാണ്. ആ വലിപ്പത്തിൽ നിന്ന് ലോകത്തിന് മുമ്പിൽ ചെറുതായി തീരുവാനുള്ള സുവിശേഷ തൽപരത, ക്രിസ്തുവിന്റെ അനുഭവത്തിന്റെ അനുകരണം ഈ ലോകത്തിൽ നടത്താൻ കഴിയുന്ന അപൂർവമായ ഒരു പ്രതിഭാസമാണ്. ഭാരതത്തെ ഒന്നിപ്പിച്ച് നിർത്തുവാനും ലോകത്തിന് മുമ്പിൽ ഒരു വെടിവേഷമെന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ വേഷം കെട്ടി ഇറങ്ങുകയും ചെയ്ത മഹാനുഭാവനായ മഹാത്മാഗാന്ധി, സർവോദയ മൂവ്മെന്റിന് വേണ്ടി ജീവിതം അർപ്പിച്ച മഹാന്മാര്, വാഴ്ത്തപ്പെട്ടവളും അനുഗ്രഹിക്കപ്പെട്ടവളുമായ പരിശുദ്ധ കൽക്കട്ടയിലെ മദർ തെരേസ, ഇങ്ങനെയുള്ള നിരയിൽ ചേർത്ത് വെക്കേണ്ട പേരാണ് പത്രോസ് മാർ എസ്താത്യോസ്. എനിക്ക് നല്ല ഉന്നത വിദ്യാഭ്യാസമുണ്ട്. ഗമാലിയലിന്റെ പാദപീഠത്തിലിരുന്ന് പഠിച്ചത്. ഞാൻ പരീശനിൽ നിന്നുള്ള പരീശനാണ്. ഞാൻ ബെന്യാമിൻ ഗോത്രത്തിൽ ജനിച്ചവനാണ്. അങ്ങനെ ഇസ്രായേലിലെ ഏറ്റവും ശക്തമായ ആ ശൗൽ എന്ന പേര് തന്നെയും വിളി കേട്ടവൻ, വിളിക്കപ്പെട്ടവൻ എന്ന അർത്ഥത്തിൽ ഇസ്രായേലിന്റെ ഒന്നാമത്തെ രാജാവായ ശൗലിനോട് ബന്ധമുള്ള ശൗൽ പിന്നീട് പരിഹാസങ്ങൾ ഏറ്റിട്ടപ്പോൾ അതിനെ ഒന്ന് ഡിഫെൻഡ് ചെയ്യുവാൻ വേണ്ടി പറഞ്ഞതാണ് ഇതൊക്കെ. ഞാൻ പരീക്ഷയിൽ നിന്നുള്ള പരീക്ഷനും 8-ാം ദിവസം പരിച്ഛേദന ഏറ്റവനുമാണ്, ഞാൻ റോമാ സിറ്റിസനായി ജനിച്ചവനാണെന്നൊക്കെ തനിക്ക് മുമ്പായി ഉണ്ടാകുന്ന പ്രതിബന്ധങ്ങളെ അതിജീവിക്കുവാനും താൻ ആരാകുന്നുവെന്നുള്ള ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചതാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ ഒരു പ്രത്യേകത. മറ്റൊരാൾ പോയി അടിസ്ഥാനം വിട്ടെടുത്ത് വീണ്ടും അവിടെ സുവിശേഷ സൗധം പണിയുന്ന രീതിയല്ല ഉള്ളത്. വേദപുസ്തകത്തിലുണ്ടല്ലോ, ആരും പോകാത്ത ഇടത്തേക്ക്, ആരും ചെന്നിട്ടില്ലാത്തിടത്തേക്ക് ക്രിസ്തുവിനെ സുവിശേഷിക്കുക എന്നതാണ് പൗലോസ് ശ്ലീഹായുടെ ഒരു സുവിശേഷ ദൗത്യത്തിന്റെ പ്രത്യേകത.
അതേപോലെ തനിക്ക് മുമ്പ് നടന്ന് പദപരിചയം വന്നതായ സ്മൂത്തായ വഴികളല്ലാതെ കല്ലും മുള്ളും കാടും മേടും കാട്ടുമൃഗങ്ങളും കാട്ടാറുകളും അരുവികളും കുറ്റികളും അങ്ങനെയുള്ള ഈ ലോകത്തിന്റെ എല്ലാ ഭീഷണികളും നിലനിൽക്കുന്ന അപരിചിതമായ വഴിയിലൂടെ യോശുവയുടെ പുസ്തകത്തിൽ പറയുന്നത് പോലെ അധികം പേര് നടന്നിട്ടില്ലാത്ത വഴിയിലൂടെ വ്യത്യസ്തമായി നടന്നതാണ് ഈ തിരുമേനിയുടെ പ്രത്യേകത. അതിനുശേഷം വന്ന ആ നാമധാരികളും എന്നെ പോലെയുള്ളവരും ആ ഒഴുക്കിയ വഴിയിൽ കൂടെ നടക്കുന്നവരാണല്ലോ. ആദ്യമായി ഈ വഴി വെട്ടിയെടുത്ത ഈ സഭയ്ക്ക് ഇങ്ങനെ ഒരു ദർശനം, സുവിശേഷത്തിൽ വേണ്ടി സ്വയം സമർപ്പിതമായി പരിപൂർണമായി ജീവിക്കുവാൻ ഒരു വ്യക്തിക്ക് സാധിക്കുമെന്ന് തെളിയിച്ച അത്യപൂർവ പ്രതിഭാശാലിയാണ് ഈ തിരുമേനി. ക്രിസ്തു നിമിത്തം, സുവിശേഷത്തെ നിമിത്തം ഞാൻ സകലവും ചവറന്നെണ്ണുന്നു. സൺഡേ സ്കൂളിൽ അഴിക്കാൻ ധൈര്യമുള്ള അമ്മച്ചിമാരാരുണ്ടോ കൊച്ചുമക്കളെ? മറുപടി എന്താ പറയുന്നത്? വീട്ടിൽ അസ്വസ്ഥത ഉണ്ടാവും. ഈ തിരുമേനിയുടെ ചെറുപ്പകാലം മുതലുള്ള സുവിശേഷ തൽപരമായ ജീവിതം കണ്ട് കുടുംബത്തിലുള്ള ഉന്നത ശ്രേണിയരായ ആളുകള് എത്ര പേര് അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തി കാണും. ആ ചക്രവാക്കിലൊന്നും കേട്ട് തന്റെ ജീവിതം വഴിമാറ്റിവിടാൻ അദ്ദേഹം അനുവദിച്ചില്ല. ആ നല്ല റെസൊല്യൂഷൻ, ആ നല്ല ഒരു കാൻഡിഡ് സ്റ്റെപ്പ് എടുക്കാൻ തക്കവണ്ണം കഴിയുന്ന വ്യക്തിത്വമാണ്. അതിനുള്ള പ്രചോദനം എന്താ? ഈ ശരീരത്തിൽ ആശ്രയിച്ചാൽ അധികം നേരം നിൽക്കുകയില്ല, വാടിക്കുഴഞ്ഞു പോകും. അപരനിൽ ആശ്രയിച്ച് ഇപ്പൊ ഒത്തിരി പേര് മറ്റുള്ളവരുടെ റിസോഴ്സും മറ്റുള്ളവരുടെ പിടിപാടും കണ്ട് ഈ ഇതിനെയൊക്കെ നയിക്കുന്നവരുണ്ട്. അതെല്ലാം പൊഴിഞ്ഞ് അന്നേരെ പോകും. ഒരു വിശ്വാസം പോലെയുള്ളൂ. എത്ര ഉന്നതനായാലും പണക്കാരനായാലും ഒറ്റ സോഴ്സേ ഉള്ളൂ. എന്താ? ഇങ്ങനെ നിത്യമായും സമർത്ഥമായും അവാച്യമായ രീതിയിൽ അതിന്റെ കർമ്മ ഊർജം പകർന്നുകൊണ്ടിരിക്കുന്ന ഡീപ്പായിട്ടുള്ള ഒരു ദൈവാനുഭവം. This will not casually come. This we have to make. നമ്മളിത് ഉണ്ടാക്കിയെടുക്കണം. ഈ ദിവസങ്ങൾ ഒഴിവുള്ള ദിവസമാണെങ്കിലും ഫെബ്രുവരി മാസം 16-ാം തീയതി മുതൽ ദിവ്യാനുഭവങ്ങൾക്ക് നമുക്ക് ലഭിക്കുന്ന നോമ്പിലേക്ക് പ്രവേശിക്കുകയാണല്ലോ. എത്ര പേർക്ക് ആത്മാർത്ഥമായും ഭക്ഷണപാനീയങ്ങൾ മാത്രമല്ല, കർത്താവേ നിന്റെ ആ തിരുമുറിവുകളെ ഒന്ന് തഴുകുവാൻ, നീ ഉയർത്തെഴുന്നേറ്റ ആ മഹാസന്തോഷം, സമാധാനം, ശാന്തി എന്ന് പറയുവാൻ യോഗ്യരാക്കേണ്ടതിന് ഞങ്ങളുടെ ആത്മശരീര മനസ്സുകളെ ശുദ്ധീകരിക്കണമേ, അതിനെന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് സമർപ്പിത ബോധത്തോടുകൂടി വിശുദ്ധിയോടുകൂടി നോമ്പ് നോക്കാൻ നമുക്കിടയാകാം. അങ്ങനെ ആത്മതപസ്യകളിലൂടെ, ഒരു ആരാധനാ ജീവിതത്തിലൂടെ, നല്ല സന്യാസ ജീവിതത്തിന്റെ പാതകളിലൂടെ, ത്യാഗനിർഭരമായ പാതകളിലൂടെ ഈ പിതാവ് ഊർജം കണ്ടെത്തിയതാണ്. അതുകൊണ്ട് ആ പിതാവിനെ ഓർക്കുമ്പോൾ സുവിശേഷത്തിന് വേണ്ടി ഇത്രയും യാത്ര ചെയ്ത് നടന്ന് ഏകദേശം 23,000-ഓളം ആളുകളെ വിവിധ ഇടങ്ങളിൽ ക്രിസ്തുവിന് വേണ്ടി നേടുവാൻ, ഇന്ന് എന്നെ പോലെയുള്ളവരും ഇവിടെ ഇരിക്കുന്ന ഉന്നത ശീർഷരുമൊക്കെ ഒരുപക്ഷെ അല്പം പരിഹാസത്തോടെ വേറെ സാമൂഹ്യ രീതിയിലൊക്കെ വിമർശിച്ച് പുറമോട്ട് നോക്കി ഉത്തരം കണ്ടെത്തുന്നവരൊക്കെ ഉണ്ടാകാം. അത് അന്നും ഉണ്ടായിരുന്ന ആളുകളാണ്. അതുകൊണ്ടൊന്നും അർത്ഥമില്ല. ഒരു മനുഷ്യനെ സത്യസുവിശേഷത്തിലേക്ക് കൊണ്ടുവരുവാൻ, ഈ ലോകത്തിൽ മനുഷ്യൻ നന്നാകാനായി ഒറ്റ ഒരു മാർഗമേ ഉള്ളൂ കേട്ടോ. അത് സുവിശേഷമാണ്, വേറൊരു മാർഗവും ഇല്ല. മാർഗം പലതും ഉണ്ട് ഇല്ലേ? നമുക്കൊരു പ്രത്യേക രീതിയിലേക്ക് സമ്മർദ്ദം ചെലുത്തി നമുക്ക് IT ആൾക്കാരെ വിട്ട്, ED ആൾക്കാരെ വിട്ട്, പിന്നെ ഇടി കൊടുക്കുന്ന ആളുകളെ വിട്ടൊക്കെ നമ്മുടെ വശത്തേക്ക് ആളുകളെ കൊണ്ടുവരാം. അതാ ഇപ്പം നടക്കുന്നത്. അത് ലക്ഷ്യത്തെ സാധൂകരിക്കുന്നത്, ആ മാർഗത്തിന് സാധൂകരണമില്ല. സുവിശേഷത്തിന്റെ പ്രത്യേകത ലക്ഷ്യവും മാർഗവും ഒരുപോലെ സ്നേഹത്തിലും ത്യാഗത്തിലും അധിഷ്ഠിതമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മാർഗത്തെക്കുറിച്ചുള്ള ശബ്ദം പുറത്ത് കേൾക്കുമ്പോൾ സമൂഹത്തിൽ അസ്വസ്ഥത. വേറെ കേൾക്കുന്നതെല്ലാം തിന്നും കുടിച്ചും രമിച്ചും മതിച്ചും സുഖിച്ചും പുളച്ചും ആനന്ദത്തിൽ ആറാടുന്നതിന് അനുയോജ്യമായ സംവിധാനമാകയാൽ എല്ലാവരും സുഖശിശുദ്ധിയിൽ ഇങ്ങനെ ആറാടി ജീവിക്കുക. ഈ സുവിശേഷത്തിന്റെ വെളിച്ചവും ഇതും കൂടെ ചെല്ലുമ്പോൾ മനസാക്ഷിക്ക് കുത്തുണ്ടാക്കും. ഇറ്റ് വിൽ ലാസറേറ്റ് യുവർ ഹാർട്ട് and will make you sleepless nights.
അത് ആളുകൾക്ക് അസ്വസ്ഥതയാകുന്നതുകൊണ്ടാണ് അവിടെ ഇവിടെ ഒച്ചപ്പാടുണ്ടാകുന്നത്. അല്ലാതെ ഇവിടെ നന്നാകണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. രണ്ടാമത്, ഈ അഭിമന്യ പിതാവിനെ കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിൽ വരുന്നത് സമൂഹത്തിന്റെ ഉന്നമനമാണ് ദൈവത്തിന്റെ ആഗ്രഹം എന്ന് ചിന്തിച്ച ഒരു പിതാവാണ്. ഡെയിഫിക്കേഷൻ ത്രൂ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ. വേദപണ്ഡിതന്മാരുടെ ഇടയിലും ചിന്തിക്കുന്നവരുടെ ഇടയിലും ഒക്കെ ഇത് തർക്കവിതർക്കങ്ങൾക്ക് വഴിയൊരുക്കുന്ന ഒരു കാര്യമാണെങ്കിലും ഈ തിരുമേനിയുടെ മാതൃക സ്വീകരിച്ച് ആ ജീവിതത്തേക്ക് നാം ഒന്ന് സൂക്ഷ്മമാക്കി നോക്കിയാൽ ആർഗ്യുമെന്റിനൊന്നും അവിടെ പ്രസക്തിയില്ല. മറിച്ച് സമൂഹത്തിന്റെ ഉന്നമനം. സമൂഹത്തിൽ ആരുടെ ഉന്നമനം? സമൂഹത്തിൽ ഉന്നതനായതിന്റെ ഉന്നതത്തിന് വേണ്ടി നിലനിൽക്കുന്നവരാണ് ഞാനും എന്നോടുള്ളവരും നിങ്ങളും ഇവിടുത്തെ എല്ലാ ഭരണ സംവിധാനവും. എന്നാൽ സമൂഹത്തിൽ തിരസ്കൃതനായി എന്ന് പറയുന്ന ദ ക്രഷ്ഡ് ആൻഡ് ദ ക്രഞ്ച്ഡ് ആൻഡ് ദ സ്റ്റാമ്പിൾഡ് ആയിട്ടുള്ള, സോഷ്യലി മാർജിനലൈസ്ഡ് ആയ, സോഷ്യൽ ഒപ്രോബ്രിയമുള്ള, സോഷ്യൽ സ്റ്റിഗ്മാറ്റൈസേഷൻ ഉള്ള ആളുകളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ സുവിശേഷ ദർശനം മൂലം മാത്രം, സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ അവർക്കൊരു കഴുകൽ ആവശ്യമാണ്. കറുത്തവരും ഇരുണ്ടവരായിരുന്നാലും ഹൃദയത്തിൽ വെളിച്ചമുള്ളവരാണെങ്കിൽ, പല്ലുകൾ നല്ല വെളുപ്പുള്ളവരാണെങ്കിൽ അവർ നല്ല ഉന്നതരായ മനുഷ്യർ തന്നെയാണ്. അങ്ങനെ ജാതി വ്യവസ്ഥക്കെതിരെ, ജാതി വ്യവസ്ഥ എന്ന് കേൾക്കുമ്പോൾ ആരും ഹരിക കൊണ്ടിട്ട് കാര്യമില്ല. കാരണം ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ജാതി വ്യവസ്ഥയുണ്ട്. ഭാരതത്തിൽ അത് ഒരു സിസ്റ്റമാറ്റിക്കായി നാലായിട്ടങ്ങ് തിരിച്ചു എന്ന് മാത്രം. ഇവിടെ ഇരിക്കുന്ന പല ആളുകളുടെയും മനസ്സിൽ 4 അല്ല 40 എണ്ണമുണ്ട്. പറഞ്ഞുതരാം. വീട്ടിൽ ജോലി ചെയ്യാൻ വരുന്നവരോട് ഇതുവരെ മിണ്ടാത്ത എത്രയോ അമ്മച്ചിമാർ ഇവിടെ ഉണ്ട്. മറ്റേത് വ്യവസ്ഥ 4 എണ്ണം പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു അത് ഏതാണ്ട് തിന്മയാണെന്നാ. നോ, നിങ്ങൾ യൂറോപ്പിലേക്ക് പോവുക, നിങ്ങൾ കിഴക്കോട്ട് യാത്ര ചെയ്ത് ഓസ്ട്രേലിയയിലേക്ക് പോവുക, ഇടയ്ക്കിടയ്ക്ക് കാണാൻ വയ്യായോ എത്നിക് കോൺഫ്ലിക്റ്റ്. അത് തന്നെ. മനുഷ്യൻ അപ്പുറത്തുള്ള മനുഷ്യനെ വിലയിരുത്താൻ നോക്കും. എന്റെ പോലാണ് വെളുത്ത നിറമെങ്കിലും ആ നിറത്തിന്റെ കൂടെ ഒരു ചോരയുടെ ഒരു ചെറിയ ഒരു നിറം കൂടെ അവനുണ്ട്. അപ്പൊ ഞാൻ ഇച്ചിരി അതിൽ താന്നതാ. അപ്പൊ ഒരു ഒരസല്. തൃശ്ശൂർ ഭാഷയിൽ സംസാരിക്കുന്ന പോലെയല്ല തിരുവനന്തപുരത്ത് സംസാരിക്കുന്നത്, അതുപോലെയല്ല കോട്ടയത്ത് സംസാരിക്കുന്നത്. അപ്പോൾ ഭാഷാപരമായ ഒരു ചെറിയ വിടവുകൾ. ഇങ്ങനെ സൂക്ഷ്മമായി നമ്മൾ നോക്കിയാൽ ഭക്ഷണം കൊണ്ടും ഭാഷണം കൊണ്ടും പ്രയോഗം കൊണ്ടും അകൽച്ചകൾ, സ്ട്രാറ്റിഫിക്കേഷൻ സമൂഹത്തിലുണ്ട്. ആ സ്ട്രാറ്റിഫിക്കേഷനിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ആ സ്ട്രാറ്റിഫിക്കേഷൻ മൂലം തിക്താനുഭവങ്ങൾ നേരിടുന്ന മനുഷ്യർ ആര്? അതാണ്. ഉന്നത ശ്രേണിയിൽ ഇരിക്കുന്നവർക്ക് സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ടെങ്കിലും അത് ഫസ്റ്റ് ക്രീമി ലെയറാ. അപ്പൊ they are not affected. Those who stand at the end of the ladder, social stratification, they bear the brunt of all this pressure. അപ്പൊ അതുകൊണ്ട് അവരെ ഉദ്ധരിക്കുവാൻ ഈ മഹാനുഭാവൻ തന്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചു. കൊടികുത്തി വാഴുന്ന ജാതി വ്യവസ്ഥയുടെ നടുവിൽ തോന്നി എറണാകുളം ജില്ലയിലൊക്കെ അത് ശക്തമാണ്. കാരണം ഉന്നത കുലജാതരും ഉന്നതരായ രാജാ കുടുംബത്തിനനുസരിച്ചുള്ള നല്ല ആളുകളായ ആളുകൾ ധാരാളമുള്ളതും ഇൻഡങ്ങളും മടങ്ങളും അതുപോലെയുള്ള കെട്ടിട സമുച്ചയത്തിലൊക്കെ വാണരളുന്ന അതിൻ്റെ ആ വ്യവസ്ഥയിലെ ഇടയ്ക്കുള്ള കണ്ണികളായവർ ആളുകൾ ധാരാളം ഈ പ്രദേശത്ത് എറണാകുളം ജില്ലയിലുള്ളത് കൊണ്ട് സമൂഹത്തിന്റെ ഉദ്ധാരണത്തിന് വേണ്ടി വന്നവരെല്ലാം എറണാകുളം ജില്ലയിൽ നിന്നാണ്. പരിശുദ്ധനായ പരിമല തിരുമേനിയും അതാ അവർക്കറിയാം. കൊച്ചിലെ തന്നെ കോളേജിലൊന്നും പോയില്ലെങ്കിലും ചെറിയ വിദ്യാഭ്യാസം ഉള്ളെങ്കിലും വീട്ടിൽ വരുന്ന ആളുകൾ പറയുന്നത്, പത്രദ്വാര അന്ന് പത്രമില്ലെങ്കിലും ആളുകൾ പറഞ്ഞു കേൾക്കുന്നത്, അവരുടെ വീട്ടിൽ തന്നെ ആളുകളെ വേർതിരിച്ച് ആ നെല്ല് മടിയിലേക്ക് ഇട്ടുകൊടുക്കുന്നത്, ദൂരെ വെച്ച് ഭക്ഷണം ചെയ്തിട്ട് എടുത്തു കഴിച്ചു എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഒക്കെ കണ്ടിട്ട് സമൂഹ പരിവർത്തനത്തെ കുറിച്ച് ആലോചിച്ചു. അതുകൊണ്ടാണ് ഒരു മെത്രാപ്പോലിത്തയാകുന്ന ഒരു സഭയുടെ ഒരു ലേബലിൽ ജീവിക്കുന്ന അങ്ങനെ ഒരു ആത്മീയ പ്രകാശമുള്ള മനുഷ്യൻ വൈക്കം സത്യാഗ്രഹത്തിന് പോയത്. അതിലെ പോയപ്പോ കയറിയിരുന്നതല്ല. ഇന്നിതൊക്കെ ആരോട് പറയാനാണ്? പള്ളിയോട് ചേർന്ന്
കൂടങ്ങൾ പണിഞ്ഞോ, അധ്യാപകനായിരുന്നല്ലോ. വേറെ ഒന്നിനോടും ചേർന്ന് ഒരു കൂടവും പണിഞ്ഞില്ല. പള്ളിയോട് ചേർന്ന് കൂടങ്ങൾ പണിഞ്ഞ് സമൂഹത്തിലെ എല്ലാ ആളുകളും അധസ്ഥിതർ എന്ന് വേണേ വിശേഷിപ്പിക്കാവുന്ന അവരെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ക്രിസ്തീയ സഭകൾ ശ്രമിച്ചു. അങ്ങനെയാണ് മലയാള ഭാഷയിൽ പള്ളിക്കൂടം എന്നൊരു വാക്ക് തന്നെ ഉണ്ടായത്. വേറെ ഏത് ആരാധനാലയത്തോട് ചേർന്ന് സാമൂഹിക പരിവർത്തനത്തിന് വേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി ഒരിടത്തും തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഇന്ന് കേരളത്തിൽ കാണുന്ന വിദ്യാഭ്യാസം മൂലം പ്രബുദ്ധത നേടിയിരിക്കുന്ന മുഴുവൻ സമൂഹത്തിന്റെയും ആധാരം സുവിശേഷമാണ്. അത് ദൈവത്തിൽ നിന്നുള്ളതാണ്. ആ ദൈവം നീതിമാനാണ്. ആ ദൈവം സ്നേഹസ്വരൂപനാണ്. നീതിയധിഷ്ഠിതമായൊരു സമൂഹത്തെ വിഭാവനം ചെയ്ത് സ്നേഹാധിഷ്ഠിതമായൊരു സമൂഹത്തെ കെട്ടിപ്പടുത്ത് ദൈവതുല്യരായി മനുഷ്യരെ സ്നേഹിച്ച് തന്റെ ജീവിതം അവരുടെ ഉന്നമനത്തിനായി സമർപ്പിച്ച ഈ വന്യപിതാവ് നിത്യസ്മൃതിയിൽ എന്നും ഉണ്ടാകും. ആ പിതാവിന്റെ ഓർമ്മ കുറച്ചുകൂടെ നമ്മുടെ സഭയിൽ മുഴുവൻ എല്ലാവരെയും ഒന്ന് ചിന്തിപ്പിക്കുന്ന തരത്തിൽ ആകണം. വൈദികരും അതിനു മുകളിലുള്ള എന്നെ പോലെയുള്ളവരും അധികം വരാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഫെബ്രുവരി 2 എല്ലാ ഇടവകളിലും ആരാധനയുള്ളത് കൊണ്ടും കൂടെ അന്ന് നമുക്ക് സാന്നിധ്യം അധികമില്ല എന്നുള്ളതാണ്. ഈ വർഷം ബോംബെ ഭദ്രാസനത്തിന്റെ സുവർണ ജൂബിലി നടക്കുന്ന ദിവസമാണ് ഇന്നലെ. അതുകൊണ്ട് പരിശുദ്ധ ബാവാതിരി മനസ്സുകൊണ്ടും ഈ ശ്രീബാദാസ സമൂഹത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന അഭിവന്യ ബോംബെ ഭദ്രാസന മെത്രാപ്പോലീത്ത ഗീവർഗീസ് മാർ കൂർലോസ് തിരുമേനിയും അതിനോട് ചേർന്ന അഭിവന്യരായ പല പിതാക്കന്മാരും വിശിഷ്ട വ്യക്തികളുമൊക്കെ അവിടെ ആയിരിക്കുന്നു അതുകൊണ്ട് തന്നെ എനിക്കിവിടെ ബലിയർപ്പിക്കുവാൻ ഒരു അവസരം ലഭിച്ചതിനെ ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ പിതാക്കന്മാരുടെ പ്രാർത്ഥന, ആ പിതാക്കന്മാരുടെ ഹൃദയത്തിൽ ബലിയർപ്പിക്കുമ്പോൾ ഈ പിതാവിനോടുള്ള ആദരവും ബഹുമാനവും ദൈവസന്നിധിയിലുള്ള സ്തോത്രവും സ്തുതിയും വളരെ വലുതാണ്. കാരണം ഇത്രയും ത്യാഗം സ്വയം ഏറ്റെടുത്ത് ക്രിസ്തുവിന് വേണ്ടി വെറുമയാക്കപ്പെട്ട് സമൂഹത്തിൽ അപഹസിക്കപ്പെട്ടിട്ടും സന്തോഷത്തോടെ ഇങ്ങനെ ഭാണ്ഡവും പേറി ക്ഷണിക്കപ്പെടുന്നിടത്ത് മാത്രമല്ല അവഗണിച്ചിറക്കി വിടുന്നിടത്തും കൂടെ കയറി അവരെ ഉദ്ധരിക്കുവാൻ വേണ്ടി ശ്രമിച്ച ആ ഒരു ശ്രമം ഇന്ന് ഒരു രാഷ്ട്രീയ ആത്മീയ മേഖലയിലും ഇല്ല പ്രിയമുള്ളവരെ എന്നോർക്കുമ്പോൾ എത്ര പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളത്തിന്റെ ഈ ചെറിയ ചെറിയ വീതികളിലൂടെ നടന്ന് ഇതിനെ സമ്പുഷ്ടമാക്കുവാൻ ശ്രമിച്ചു. ആ പിതാവിന്റെ ഹൃദയത്തിലുണ്ടാകുന്ന വേദന, ആ പിതാവിന്റെ ഹൃദയത്തിൽ അങ്കുരിച്ചു വന്ന സ്വപ്നം, അതൊക്കെ ആകാം രാഷ്ട്രീയ സാമൂഹിക മത വ്യതിയാനങ്ങളിലൂടെ ഇന്ന് സമൂഹത്തിന്റെ പുരോഗതിയിലേക്ക് വരുന്നതിന്റെ ഒരു കാരണം. ദൈവമേ, ഈ സ്ഥിതി എന്ന് മാറുമെന്ന് വിചാരിച്ച് അദ്ദേഹം കണ്ണീരൊഴുക്കിയിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. രാത്രിയുടെ യാമങ്ങളിൽ, പകലിന്റെ യാമങ്ങളിൽ ഏകാന്തമായി ഇവിടെയൊക്കെ ഇരുന്ന് ഇങ്ങനെ ധ്യാനിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക്, നമ്മുടെ സഭയ്ക്കും നമ്മുടെ സമൂഹത്തിനും അനുഗ്രഹത്തിന് കാരണമാകുന്ന വലിയ വലിയ ആത്മീയമായ ഇൻവെസ്റ്റ്മെന്റുകളായിരുന്നു. ഈ പിതാവ് നമുക്ക് വേണ്ടി അപേക്ഷിക്കട്ടെ. കൂടുതൽ ദർശനത്തോടുകൂടി, കൂടുതൽ കർമ്മ നിരതയോടുകൂടി, കൂടുതൽ മനുഷ്യരെ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന സമൂഹത്തിലെ മുഖ്യധാരയിൽ നിന്ന് മാർജിനലൈസ്ഡവരായാലും മാത്രമല്ല, ആത്മീയ ജീവിതത്തിൽ മാനസനലൈസ്ഡായി പള്ളിയുടെ പരിസരങ്ങളിലും വീടിന്റെ ഓരുകളിലും ഇരിക്കുന്നവരെ പള്ളിയിലേക്കും വീടിന്റെ ഉള്ളിലേക്കും കൊണ്ടുവന്നാൽ തന്നെ അതൊരു വലിയ ദൗത്യമാണ്. ഇന്ന് പുറത്തോട്ട് അതിന് ശേഷം പോയാൽ മതി. അങ്ങനെ വിവിധമായ മാനങ്ങൾക്ക് ദർശനം ലഭിക്കുവാൻ ആ വന്യപിതാവിന്റെ മധ്യസ്ഥ തുണയാകട്ടെ. എല്ലാവർക്കും ദൈവിക അനുഗ്രഹങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ.